മിഡിൽ ഈസ്റ്റ് യുദ്ധം മറ്റൊരു തരത്തിലേക്ക് പോകും എന്നും ഈ ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെ പ്രോക്സി ഇടപെടൽ ഈ മിഡിൽ ഈസ്റ്റിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ ഗ്രൗണ്ട് ഒഫൻസീവ് തുടങ്ങിയ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതേപോലെ ആവർത്തിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ത്യയും, അതായത് ഇന്ത്യൻ നാവികസേനയും ഈ യുദ്ധത്തിൽ പാർട്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും നടക്കാൻ പോകുന്നു. അതിൻ്റെ കാരണം എന്താ? ബേസിക്കലി ഇപ്പം നമ്മളിപ്പോൾ ഹൂത്തി എന്ന് പറയുന്ന ഒരു ടെറർ ഫോഴ്സിനെ എടുക്കുവാണെങ്കിലും, ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നൊരു ടെറർ ഫോഴ്സിനെ എടുക്കുവാണെങ്കിലും, ഹമാസ് എന്ന് പറയുന്നൊരു ടെറർ ഫോഴ്സിനെ എടുക്കുവാണെങ്കിലും, താലിബാൻ എന്ന് പറയുന്ന ടെറർ ഫോഴ്സിനെ എടുക്കുവാണെങ്കിലും അവരെയൊക്കെ നമ്മൾ മുമ്പിൽ നിർത്തുക. ഇവരുടെയൊക്കെ അജണ്ട എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ നന്മയല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള മതത്തിൻ്റെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത ഭാഗമെടുത്ത് അതിനെ ഉപയോഗിച്ച് ലോകത്തെ നശിപ്പിക്കുക. അവർക്കതിൽ മുസ്ലിങ്ങൾ മരിക്കുന്നു, ഇതൊന്നും പ്രശ്നമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ മരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഇവർക്ക് ഈ പാകിസ്ഥാൻ താലിബാൻ എത്രയോ മുസ്ലിങ്ങളെയാണ് കൊന്നത്. അതാദ്യം കേരളത്തിലെ വരുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും മനസ്സിലാക്കുക. ഈ തീവ്രവാദ സ്വഭാവമുള്ളവരുടെ കാര്യം വിട്ടേക്കുക. അവർക്കിതൊന്നും പറഞ്ഞാൽ തലേ കയറുകയില്ല. ലോക സമാധാനം, ലോകത്തിൻ്റെ നിലനിൽപ്പ്, ലോകം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ പറ്റിയൊന്നും തീവ്രവാദ സ്വഭാവമുള്ളവർക്ക് മനസ്സിലാകില്ല. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പം യമൻ എന്ന് പറയുന്ന ലോകത്തിലെ ഒരു പട്ടിണി രാജ്യമാണ്. അതിലും തർക്കമുണ്ടോ നിങ്ങൾക്ക്? പട്ടിണി രാജ്യമാണ്. ആ രാജ്യത്ത് ഷിയ സുന്നി ഇഷ്യൂ ആയിരുന്നു അവിടെ ഭരിക്കുന്ന ഭരണാധികാരിയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂത്തികളുമായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ സൗദി അറേബ്യൻ ഫോഴ്സും യു എയുടെ ഫോഴ്സും അവിടെ ഇടപെടാൻ നോക്കി. അവർ പരാജയപ്പെട്ടു. കാരണം ഒളിപ്പോരാളികളെ പോലെയാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? സൗദി അറേബ്യയിൽ അരാംകോ അവരുടെ ഓയിൽ ബ്ലോക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഗ്ലോബലി 10%, അതായത് സൗദിയുടെ പ്രൊഡക്ഷൻ്റെ 10% ഓയിലിനെ അത് എഫക്റ്റ് ചെയ്തു. അവരുടെ എക്കണോമിക് ഫാക്ടറാണ്. ഇപ്പോൾ സൗദി എന്താ ഇസ്ലാമിക രാജ്യമാണ്? അതാണ് ഇറാൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്ന. പ്രോക്സീസിനെ വെച്ച് ഒരു ഈ സമാധാനമായി ഇരിക്കുന്ന ഭാഗത്തെ തകർക്കും. എന്തിനാ സൗദിയെ കയറി അറ്റാക്ക് ചെയ്യുന്നത്? അപ്പം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഹൂത്തിയുമായിട്ടുള്ള പ്രശ്നം, അതേപോലെ ഗാസ ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം, ആദ്യം നിങ്ങളുടെ തലയിലിടേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നും അല്ല, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, അല്ലെ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതങ്ങ് തലയിലിടുക ആദ്യം. അപ്പം സൗദിയും ഹൂത്തിയുമായിട്ടുള്ള പ്രശ്നത്തിൽ കേരളത്തിലെ ഈ പറയുന്ന മതതീവ്ര മീഡിയ, അവർക്ക് സൗദിയിലും ഉണ്ട് യു എയിലും ഒക്കെ ഉണ്ട്. അവരാദ്യം ആരെയാണ് സപ്പോർട്ട് ചെയ്ത്? സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്തു. ഇപ്പം കണ്ടോണം മതപരമായ രീതിയിൽ അവരിപ്പോൾ ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഒരിക്കലും സുന്നികളെ അക്സെപ്റ്റ് ചെയ്യാത്ത രാജ്യമാണ്. ഇറാൻ അവിടെ പ്രശ്നമുണ്ടാക്കണം. ഇത് മാത്രമാണ് ഇറാൻ്റെ താല്പര്യം. അതിനാണ് പ്രോക്സീസിനെ വെച്ച് അവിടെ ഗെയിം കളിക്കുന്നത്. അവസാനം ഇന്ത്യയുടെ ഓയിൽ ടാങ്കറിനെ, മറ്റൊരു ഷിപ്പിനെയും വെസലിനെയും ഈ സൂയസ് കനാൽ തീരത്ത്, കാരണം വളരെ നാരോയാണ് സംഭവം, ഈ റെഡ് സീയുടെ ഭാഗത്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാച്ചുറലായിട്ട് ഇന്ത്യക്ക് ഇടപെടേണ്ടി വരും. അതൊരു നാച്ചുറൽ കോഴ്സാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന ഓയിൽ, അപ്പം സൗദി അറേബ്യ നിശബ്ദമായിട്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഫോഴ്സ് സൗദിക്കും യു എക്കും ഇല്ല. അതവർ യമനിൽ തെളിയിച്ചതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല. ഈ സംഭവത്തിനകത്ത് ഇന്ത്യക്ക് ജസ്റ്റിസ് വേണം. ജസ്റ്റിസ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വരുമ്പോൾ ഇവിടെ ഓരോ ബാരലിനുണ്ടാകുന്ന ക്രൂഡിൻ്റെ വിലയിൽ ഏകദേശം $15 മുതൽ $20 വരെയാണ് കൂടുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഏകദേശം 30-40 ദിവസം എടുക്കേണ്ടി വരും ഈ വെസൽസ് ഇവിടെ ഇന്ത്യൻ തീരത്തെത്താൻ വേണ്ടി. ഇത് ഗ്ലോബലായിട്ട് എല്ലാം പ്രശ്നമാണ്. അവസാനം എന്തുവാണ്? അമേരിക്കയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കി പല രാജ്യങ്ങളും, ഈ പറയുന്ന യമനിലാണെങ്കിലും ഇത്
യമനിലെ ഹൂത്തിയിലെ അറ്റാക്ക് 100% ഉറപ്പാണ്. എല്ലാ രാജ്യങ്ങളും കയറി പണിയും. പെട്ടെന്ന് ഇറാന് ബോധ്യം വന്നു. ഇന്നലെ അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒറ്റയടിക്കാണ് ഇറാൻ പിന്മാറി. ഇതാണ് കേരളത്തിലെ ഇവരെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പലരും മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇറാന് വ്യക്തമായിട്ടറിയാം അവിടെ പോകുന്ന കുറേ മിസൈൽ എയർ സ്ട്രൈക്ക് ഇറാനിൽ അറ്റാക്ക് കിടക്കും. ഇറാനിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇറാനൊന്നും ഈ പറയുന്നൊരു ഗ്ലോബൽ ഫോഴ്സിൻ്റെ മുമ്പിൽ അമേരിക്ക പോലെ, ഫ്രാൻസ് പോലെ, ബ്രിട്ടൻ, അതേപോലെ ഇന്ത്യ പോലെ ഒരു ഗ്ലോബൽ ഫോഴ്സിൻ്റെ മുമ്പിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇന്ത്യ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. അത് ഇറാനെ ബാധിക്കും. ഇപ്പം ഇറാനെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേഷനാണ്. പക്ഷേ ഇങ്ങനൊരു ഗെയിമിൽ അവരൊരു പ്രഷർ ടാക്ടിക്സിൽ ഇത് ഗ്ലോബൽ എക്കോണമിയെ മാറ്റണം. അപ്പോൾ ഇപ്പം പറയുന്ന അമേരിക്കൻ നേവൽ മറൈൻസ് പറയുന്നത് ഇന്ത്യൻ ടാങ്കറിനെ അറ്റാക്ക് ചെയ്ത് ഇറാനിൽ നിന്ന് വന്ന മിസൈലാണ്. അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ഇറാൻ എന്ന് പറയുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ഒരു നശുകൂല കഥാപാത്രമായിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ രാജ്യത്തെ ഒരു ടെൻഷനുണ്ട്, ഭയങ്കരമായ ടെൻഷനിലാണ് ഹിജാബുമായി ബന്ധപ്പെട്ട്. ഇന്ന് കഴിഞ്ഞിടയ്ക്കൊരു വാർത്ത കണ്ടിരുന്നു, ഒരു ഇൻ്റർനാഷണൽ മീഡിയ, ഇറാനിലുള്ള എല്ലാ ആളുകളും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഡാൻസ് ഇവർക്ക് ഹറാമാണ്. എന്തിനാണ് ഡാൻസ് ചെയ്യുന്നത്? കാരണം ഹിജാബിൻ്റെ പ്രതിഷേധം. നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇറാനിൽ ഏകദേശം 1% താഴെയായിരുന്നു ക്രിസ്ത്യൻസ്. ആ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നതിൽ 12% മുകളിലായിട്ട് മാറി ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യൻ. അപ്പം അവരാണ് ബേസിക്കലി മാസ അമീനി ആണെങ്കിൽ ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇറാനിയൻ ഫാസിസ്റ്റ് ഭരണത്തിനെ എതിർക്കുന്നുണ്ട്. ഈ പാസിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ പറയും ബേസിക്കലി ഫാസിസ്റ്റ് ഭരണം നടക്കുന്ന ഇറാനിലാണ്. എല്ലാത്തിനെയും അടിച്ചമർത്തുക, അതിനെതിരെയാണ്. ഇപ്പോഴെന്താ ഡാൻസ് ചെയ്യാമെന്ന് ഇറാൻ ഭരണകൂടം പറഞ്ഞു, അതിൽ ഹറാമില്ല. ആലോചിച്ച് നോക്ക്, ഭയമായി. കാരണം അകത്ത് തന്നെ പ്രശ്നമാണ്. ലോകം മുഴുവനും ഇറാനോട് മാസ അമീനിയുമായിട്ടുള്ള ഇഷ്യൂവിൽ ഏകദേശം 500 പേരോളമാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഈ ഒരു അവസരം വരുന്ന സമയത്ത് ഈ ഹിസ്ബുള്ള ആണെങ്കിലും ഹൂത്തി ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഈ കുറച്ച് ബോംബുകളെല്ലാം കൂടി ഇറാനിൽ കൊണ്ട് തീരും. അതോടുകൂടിയാണ് മിഡിൽ ഈസ്റ്റ് യുദ്ധം കുറച്ചും കൂടെ കൊടുമ്പിരി കൊള്ളും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളികളെയാണ്. ഇതാണ് വസ്തുത. ഇവിടെ സാധനങ്ങൾക്ക് വില കൂടും. കാരണം ഓയിലിന് വില കൂടുമ്പോൾ നാച്ചുറലായിട്ട് സാധനങ്ങൾക്ക് ഇൻഫ്ലേഷൻ എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യ അതിനെയൊക്കെ സർവൈവ് ചെയ്യും. അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. കാരണം റഷ്യയും ചൈനയും നിശബ്ദമായി. ആർക്ക് സപ്പോർട്ട് ചെയ്യും? കാരണം ഇതേപോലെ വൃത്തികെട്ട രീതിയിലുള്ള ടെററിസ്റ്റിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? എന്താണ് താലിബാൻ കാണിച്ച അത് തന്നെയാണ് ഹൂത്തികൾ യമനിൽ. അവർക്കത് മാത്രം മതി. അത് തന്നെയാണ് ഹമാസോടെ സ്വീകരിക്കുന്നത്. ഇതിനെ നിങ്ങൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഹൂത്തികൾ ആർക്കെതിരെയാണ് സ്വാതന്ത്ര്യ സമരം പറയുന്നത്? യമനിൽ ആർക്കെതിരെ? എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് ഹൂത്തികൾ യമനിൽ നടത്തുന്നത്? ഹിസ്ബുള്ള എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് ലെബനനിൽ നടത്തുന്നത്? ഇതൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങളായിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുക. ലോകം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ലോകത്തിനൊരു ഗ്ലോബൽ ഓർഡർ ഉണ്ട്, ഒരു വേൾഡ് ഓർഡർ ഉണ്ട്. അതനുസരിച്ചാണ് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ രീതിയിലും ലോകത്തെ നശിപ്പിക്കുക, അതായത് ഒരു രാജ്യത്തിൻ്റെയും എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക അടിത്തറ അതിനെ തകർക്കുവാൻ ശ്രമിക്കുക. അവരിടപെടും. കാരണം അവൻ്റെ ഐഡൻറ്റിറ്റി പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഒരുവപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഈ ടാസ്കിലോട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് മിഡിൽ ഈസ്റ്റിന് കാണാൻ പോകുന്നത്. ഈ സപ്പോർട്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നില്ലേ? പിന്നീട് മറ്റേ ഹമാസിൽ അവിടെ അടി കിട്ടി കഴിയുമ്പോൾ ആശുപത്രിയിൽ ബോംബിട്ടു, അവിടെ ബോംബിട്ടു. അതേപോലെ ഇനി നിങ്ങൾ ചിലക്കാൻ പോവുകയാണ്. ആരാണ് തുടക്കമിട്ടത്? ഹൂത്തികൾ. തിരിച്ചടിക്കും, ഉറപ്പായിട്ടും അടിക്കും. കാരണം ഇതിനെ ഒതുക്കിയേ മതിയാകൂ. ഇറാൻ്റെ ഈ പോക്കും ഒതുക്കിയേ മതിയാകൂ. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഗാസയിൽ പോയിട്ട് പറഞ്ഞത് എത്രമാത്രം പ്രഷർ പോകുന്നു,
ആ പ്രഷറിൽ മാത്രമേ ഹമാസ് ഈ പറയുന്ന ഹോസ്റ്റേജസിനെ തിരിച്ചു കൊടുക്കൂ. ആലോചിച്ചു, ഹമാസ് എന്താ ചെയ്തത്? അവിടെ കയറി അടിക്കുന്നു, 1400 പേരെ കൊല്ലുന്നു. അവിടെ ആൾക്കാർ ഒന്നും അറിയാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ളവരെ കരുതൽ തടങ്കലിൽ കൊണ്ടുപോയി, എന്നിട്ട് വില പേശുകയാണ്. എന്താണ് താലിബാൻ ചെയ്യുന്നത്? സെയിം. എന്താണ് ഹൂത്തികൾ ചെയ്യുന്നത്? ഷിപ്പ് കടലിൽ കൂടെ പോകുന്നു, അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനെയാണ് നിങ്ങൾ പറയുന്നത് സ്വാതന്ത്ര്യ സമരം. എല്ലാ ജനങ്ങളെയും ബാധിക്കും. അതായത് ചൈനയിൽ കോവിഡ് ഉണ്ടായിക്കഴിഞ്ഞപ്പം ഓരോ ജനങ്ങളെയും ബാധിച്ചു. അതേപോലെയാണ് ഈ പറയുന്ന ഹൂത്തികളെ അറ്റാക്ക് ചെയ്യുമ്പോൾ, എക്കണോമിക് സംഭവത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരെയും ബാധിക്കും. അപ്പം അതിന് മതസ്നേഹം, മത തീവ്രത എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അടി കിട്ടും നിൻ്റെ തലയ്ക്കും നിൻ്റെ അണ്ണാക്കിനും അടി കിട്ടുന്നത്. അതെല്ലാവരും അനുഭവിച്ച് തീർന്നേ മതിയാവത്തുള്ളൂ. അതെങ്കിലും അറിയാനുള്ള, മനസ്സിലാക്കാനുള്ള ബോധം നിനക്കൊക്കെ ഉണ്ടായാൽ നല്ലത്. നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ്. ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു.